ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രോൺസിലേക്ക് കുറച്ച് ആക്സസറീസ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു സിസ്റ്റവും 4 സ്പീക്കർ, 2 ട്യൂട്ടർ, കൂടാതെ ഫ്രണ്ടും ബാക്കും HD റെക്കോർഡിംഗ് ക്യാമറയുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മളുടെ കാറിലേക്കുള്ള ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുല്ലാട് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേയുള്ള ഓട്ടോക്രാഫ്റ്റ് എന്ന ഒരു കാർ ആക്സസറീസ് ഷോപ്പിലേക്കാണ്. ഇതിലേക്ക് നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ സിസ്റ്റമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. മൈ TVS എന്ന ബ്രാൻഡ് നെയിമുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് റെസ്പോൺസൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു സിസ്റ്റമാണ് അവർ സജസ്റ്റ് ചെയ്തത്. കൂടാതെ JBLൻ്റെ കോമ്പോണൻറ്റ് സ്പീക്കറും 2 കോആക്സിൽ സ്പീക്കറും നമ്മൾ ഇതിനൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായി ആദ്യം തന്നെ നമ്മുടെ കാറിൻ്റെ ഡോർ പാഡ് എല്ലാം ആദ്യം തന്നെ അവർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കൂടാതെ സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ടിലെ ഡമ്മി പീസ് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ഡോർ പാഡും അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ബാക്ക് ഡോറിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് JBLൻ്റെ 350 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന കോആക്സിൽ സ്പീക്കർ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 450 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന JBLൻ്റെ തന്നെ കോമ്പോണൻറ്റ് സ്പീക്കറാണ്, വിത്ത് ട്യൂട്ടറോടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 4 സ്പീക്കറും ഡോർ പാഡിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പേസർ ഇട്ട് തന്നെയാണ് ചെയ്യുക. കാരണം അത് നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് വെള്ളം കയറി ഈ സ്പീക്കറൊക്കെ നശിച്ചു പോകാൻ ഇടയാകുന്നതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്പേസർ ഇടുന്നത്. ഇപ്പോഴുള്ള പുതിയ വാഹനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഗ്ലാസിൻ്റെ ഇടയിലൂടെ നമുക്ക് വെള്ളം ഡോർ പാഡിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ നിന്നുള്ള റിക്കവറിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്പേസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കഴിവതും ആരെങ്കിലും ഇതേപോലെ സ്പീക്കർ കാറിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്പേസർ ഇട്ട് തന്നെ വേണം ചെയ്യാൻ. കൂടാതെ ഇതിനകത്ത് വയർ കട്ടിങ്ങോ മറ്റുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല. പ്രോപ്പർ കണക്ടർ ഉപയോഗിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു വയർ കട്ടും ഇതിനകത്ത് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ വാറൻറ്റി നഷ്ടപ്പെടുമെന്നോ മറ്റുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഇതുമായിട്ട് ബാധിക്കുന്നില്ല. കാരണം നമ്മൾ നേരിട്ട് ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. കാരണം അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു വയർ കട്ട് ചെയ്യില്ല. കാരണം അത് പ്രോപ്പർ അതിൻ്റെ കണക്ടർ തന്നെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പുതിയ വാഹനങ്ങളിലെല്ലാം ഈ ഒരു ഫിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ 4 സ്പീക്കറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിസ്റ്റവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് തമ്മിലുള്ള ക്യാമറയുമായിട്ടുള്ള കോൺഫിഗറേഷൻ അവർ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം സ്പീക്കറിൻ്റെ എല്ലാ കണക്ഷൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരുന്ന ഡോർ പാഡെല്ലാം തിരിച്ച് റീസെറ്റ് ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ബാക്ക് ക്യാമറ HD ക്യാമറ തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് നൈറ്റ് വ്യൂ നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു HD ക്യാമറ തന്നെയാണ്. അതിൻ്റെ കോൺഫിഗറേഷനാണ് അവർ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്യുന്ന ഗ്ലോസി പാനലിലാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയുള്ള ക്യാമറ ഫ്രണ്ട് ഗ്ലാസ്സിൽ HD നമുക്ക് റെക്കോർഡിങ് നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വാഹനവുമായി നിരത്തുകളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന നിലയ്ക്ക് ഈ HD ക്യാമറ ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ളത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അങ്ങനെ ഏകദേശം എല്ലാ ഫിറ്റിങ്സും സെറ്റായിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്കിവിടെ ടൈം സ്പെൻഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ഏകദേശം 8 മണിയായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ സെറ്റിങ്സും പൂർത്തിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ നമുക്കിതിൻ്റെ വിശദമായ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഓൾറെഡി 9 ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡും വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. എന്തുകൊണ്ടും നമുക്കൊരു നല്ല ബഡ്ജറ്റിന് കിട്ടിയ ഒരു സിസ്റ്റം തന്നെയാണിത്. നമുക്കൊരു സോങ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ റിവേഴ്സിൻ്റെ ക്യാമറയാണ്. അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല HD ക്ലാരിറ്റിയാണ്. HD ക്യാമറ നമ്മളെപ്പോഴും ഫിറ്റ് ചെയ്യുമ്പോൾ നൈറ്റ് വ്യൂവിൽ നല്ല ഒരു വിഷൻ നമുക്ക് ലഭിക്കും.
സാധാ ക്യാമറ ചെയ്യുന്നേക്കാളും എപ്പോഴും HD തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനിപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെയ്തേക്കുന്നതും ഏകദേശം HD ക്യാമറ തന്നെയാണ്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന HD ക്യാമറ നമുക്ക് നൈറ്റ് വ്യൂവിൽ നല്ല ഒരു വിഷൻ നമുക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ HD ക്യാമറ തന്നെ നമ്മൾ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഈ സിസ്റ്റം ഏകദേശം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഫ്രോൺസിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് 2 കാര്യങ്ങളൂടെ ചെയ്തിട്ടുണ്ട്. MLFൻ്റെ ഒരു സിംഗിൾ പീസ് ഫ്ലോർ മാറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലോർ മാറ്റ് ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം ഇത് നമ്മൾ പശയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ സ്റ്റിക്കിംഗ് പരിപാടിയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് എടുത്ത് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. കൂടാതെ നമ്മൾ ഡോർ പാഡിലേക്ക് ഒരു ലെതർ ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രോൺസിൽ നമ്മൾ സാധാരണയായി വരുന്നത് ഒരു ക്ലോത്ത് ടൈപ്പ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അത് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ കളർ ഫീഡാകാനും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാറാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ലെതർ ടച്ച് ഉള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. ഡോർ പാഡിലും ഉണ്ട്, ഹാൻഡ് റെസ്റ്റിലും ഉണ്ട്. നമ്മളിത് ചെയ്തിരിക്കുന്നത് കാർ ഹബ് കേരള എന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റും കാർ ഹബ് കേരള. നമ്മൾ ഇത് കൊല്ലത്ത് നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.